എല്ലാവർക്കും നമസ്കാരം. വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. മുരുകഭഗവാന്റെ മഹത്തായ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന അതിപുണ്യമായ ഒരു ആരാധന ദിവസമാണ് തൈപ്പൂയം. ഈ വർഷം 2026 ഫെബ്രുവരി 1 തീയതി ഞായറാഴ്ചയാണ് വരുന്നത്. തൈപ്പൂയത്തോടനുബന്ധിച്ച് ഭക്തർ തങ്ങളുടെ കഴിവിനും ആരോഗ്യത്തിനും അനുസരിച്ച് 3 ദിവസം, 7 ദിവസം, 11 ദിവസം, 21 ദിവസം എന്നിങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്ന പതിവുണ്ട്. വ്രതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ശരീരത്തെ പീഡിപ്പിക്കുകയല്ല, മറിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മീയശുദ്ധി നേടുക എന്നതാണ്. അപ്പം 3 ദിവസത്തെ വ്രതം എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. 3 ദിവസത്തെ വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 2026 ജനുവരി 30 തീയതി വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് ഫെബ്രുവരി 1 ഞായറാഴ്ച തൈപ്പൂയ ദിവസം വ്രതം അനുഷ്ഠിക്കാം. ജോലിബാധ്യതകളോ ആരോഗ്യപരമായ പരിമിതികളോ ഉള്ളവർക്ക് ഈ ലഘുവ്രതം വളരെ അനുയോജ്യമാണ്. പിന്നെയുള്ളത് 7 ദിവസത്തെ വ്രതമാണ്. ഏറ്റവും കൂടുതൽ ഭക്തർ അനുഷ്ഠിക്കുന്നതാണ് 7 ദിവസത്തെ വ്രതം. ഈ വ്രതം 2026 ജനുവരി 26 തിങ്കളാഴ്ച ആരംഭിച്ച് ഫെബ്രുവരി 1 തൈപ്പൂയ ദിവസത്തിൽ സമാപിക്കുന്നതാണ്. മനസ്സിനും ശരീരത്തിനും നല്ല സമതുലിത്വം നൽകുന്ന വ്രതമാണിത്. അടുത്തത് 11 ദിവസത്തെ വ്രതമാണ്. കൂടുതൽ ആത്മാർത്ഥതയോടെ മുരുകഭഗവാനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ 2026 ജനുവരി 22 തീയതി വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി 1 തൈപ്പൂയ വരെ 11 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാം. ഈ വ്രതം ആന്തരിക ശാന്തിയും ആത്മീയ ശക്തിയും നൽകുന്നതാണ്. അടുത്തത് 21 ദിവസത്തെ വ്രതമാണ്. 2026 ജനുവരി 12 മുതൽ ഫെബ്രുവരി 1 തൈപ്പൂയം വരെയാണ് 21 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നത്. ഇത് കർശനമായ വ്രതമായതിനാൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് ചെയ്യേണ്ടത്. വ്രതം എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. വ്രതം ആരംഭിക്കുന്ന ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കണം. ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദീപം തെളിച്ച് മുരുകഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ലളിത സങ്കല്പം എടുക്കാം. ഈ ദിവസം മുതൽ തൈപ്പൂയ ദിവസം വരെ നിങ്ങൾ ഈ വ്രതം ഭക്തിയോടെയും ശുദ്ധിയോടെയും അനുഷ്ഠിക്കുന്നു എന്നൊരു സങ്കല്പം മതി. വ്രതകാലത്ത് പാലിക്കേണ്ടത് സസ്യാഹാരം മാത്രം സ്വീകരിക്കണം. ഉള്ളി, വെളുത്തുള്ളി, മാംസം, മദ്യം, പുകവലി എന്നിവ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ദിവസത്തിൽ ഒരു ലഘുഭക്ഷണമോ പഴങ്ങൾ, പാല്, കഞ്ഞി പോലുള്ള ലളിതമായ ഭക്ഷണമോ കഴിക്കാം. ദിവസേന ദീപം തെളിച്ച് ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭക്ഷണ നിയമങ്ങൾക്കൊപ്പം ആചാരശുദ്ധിയും അത്യന്തം പ്രധാനമാണ്. കോപം, അസത്യവാക്കുകൾ, അനാവശ്യ വാദങ്ങൾ, നിഷേധാത്മകമായ ചിന്തകൾ എന്നിവ ഒഴിവാക്കി ശാന്തമായ മനസ്സോടെ ജീവിക്കാൻ ശ്രമിക്കണം. സാധ്യമെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കുന്നതും ഉത്തമമാണ്. തൈപ്പൂയ ദിവസത്തിൽ പുലർച്ചെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് മുരുകഭഗവാനെ പ്രാർത്ഥിക്കണം. ക്ഷേത്ര ദർശനം, പാൽക്കുടം, കാവടി, ഫലനിവേദ്യം എന്നിവ സമർപ്പിക്കാം. ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദം കഴിച്ചാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. തൈപ്പൂയ വ്രതം ഒരു ആത്മീയ അനുഷ്ഠാനം മാത്രമല്ല, അത് ഒരാളുടെ ജീവിതത്തിൽ ശാന്തിയും വിശ്വാസവും ആന്തരിക ശക്തിയും നൽകുന്ന ഒരു ആത്മീയ യാത്രയാണ്. മുരുകഭഗവാനെ സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ കരുണ നിർബന്ധമായി ലഭിക്കും. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. മുരുകഭഗവാന്റെ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.